കഴിഞ്ഞ ബുധനാഴ്ച രാത്രി 10 മണിയോടുകൂടിയാണ് സഹോദരങ്ങളായ ഹംസയും നൂറുദ്ദീനും കൊല്ലപ്പെടുന്നത്. സമസ്ത AP വിഭാഗത്തിന്റെ സജീവ പ്രവർത്തകരായ ഇവർ CPM അനുഭാവികളാണ്. കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണെന്ന് ഇനിയും വ്യക്തമല്ല. കഴിഞ്ഞ കുറേ നാളായി പ്രദേശത്ത് സമസ്ത AP EK വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം രൂക്ഷമാണ്. ഏറ്റവും ഒടുവിൽ കല്ലങ്കുഴി ജുമാ മസ്ജിദിൽ EK വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഫണ്ട് പിരിവിനെതിരെ മറുവിഭാഗം വഖഫ് ട്രിബ്യൂണലിനെ സമീപിച്ചിരുന്നു. ഇതോടെയാണ് പ്രശ്നം കൂടുതൽ രൂക്ഷമായത്. അങ്ങനെ വളരെ സമാധാനപരമായി നടന്നു വരുന്ന സമസ്തയുടെ മഹല്ലുകളിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി അവിടെ സാധാരണക്കാരായ പ്രവർത്തകർക്കിടയിൽ നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണല്ലോ. അല്ലാതെ അതിന് സംഘടനയുടെ പ്രത്യേകിച്ചുള്ള നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഇതുവരെ ഉണ്ടായിട്ടില്ല. സംഭവം നടന്ന ഉടൻ തന്നെ പ്രദേശത്ത് CPM ഹർത്താൽ പ്രഖ്യാപിച്ചു. ഇതോടെയാണ് പ്രശ്നത്തിന് രാഷ്ട്രീയമാനം കൈവന്നത്. എന്നാൽ ഇത് രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന സൂചനയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നൽകുന്നത്. ഇതില് ഒരു പാർട്ടിയുടെയും പ്രധാനപ്പെട്ട ആളായി ഹംസ വർക്ക് ചെയ്തിരുന്നില്ല. കൂടാതെ നൂറുദ്ദീൻ അനുഭാവിയോ അങ്ങനെയുള്ള രീതിയിലല്ലാണ്ട് ഉണ്ടായിട്ടില്ല. സംഭവം നടന്ന് മണിക്കൂറുകൾക്കകം തന്നെ പ്രതികളായ പാലക്കപ്പറമ്പിൽ ജലീലിനെയും മങ്ങാട്ടുതൊടിയിൽ അമീറിനെയും പോലീസ് പിടികൂടി. 98-ൽ സ്വത്ത് തർക്കത്തെ തുടർന്ന് കൊല്ലപ്പെട്ട മുഹമ്മദിന്റെ മകനാണ് ജലീൽ. ഇതിലുള്ള കുടിപ്പകയാണോ സംഭവത്തിന് പിന്നിലെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും സംഭവത്തിന് രാഷ്ട്രീയമാനം നൽകുന്നത് ശരിയല്ല എന്ന നിലപാടിലാണ് പോലീസ്. ജലീൽ പടന്ന മീഡിയ 1 പാലക്കാട്.